നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് ഇന്ത്യ കാശ്മീരിലാണ്. തണുപ്പും കോടയുമായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യാണ് മൂന്നാർ. നിങ്ങളൊരു ട്രിപ്പഹോളിക്കാണോ? അല്ലെങ്കിൽ തന്നെ ഈ ഭയങ്കര തിരക്കിനിടയിൽ നമ്മുടെ ഈ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അതിനായിട്ട് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ 1 ഹോട്ടൽസിൽ ഒരിടത്തായാലോ? എവിടെയാന്നല്ലേ? നമ്മുടെ മൂന്നാറില്, നമ്മുടെ ചാൻഡീസ് വിൻഡി വുഡ്സ് റിസോർട്ട്സിൽ. ലോകത്തിലെ മികച്ച നിലവാരം പുലർത്തുന്ന ഹോട്ടലുകളിൽ 3ാം സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളിൽ ഒന്ന്. ഏറ്റവും മികച്ച ലക്ഷറി ഹോട്ടലുകളിൽ 1ാം സ്ഥാനം. ട്രിപ്പ് അഡ്വൈസറിന്റെ ട്രാവൽ ചോയ്സ് അവാർഡ് ജേതാവ്. പ്രകൃതിയെ അറിഞ്ഞ് ലക്ഷറീസ് ആയി കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപിടി വിസ്മയങ്ങൾ ഒരുക്കിയാണ് ചാൻഡീസ് വിൻഡി വുഡ്സ് വരവേൽക്കുന്നത്. നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മളെ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നതാന്നല്ലേ? നല്ല ഹോസ്പിറ്റാലിറ്റി. നമ്മുടെ ഗസ്റ്റിന്റെ മൂഡ് അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച്, അതിനനുസരിച്ചിട്ടുള്ള സർവീസ് കൊടുക്കുന്നതുകൊണ്ടാവാം ചാൻഡീസ് വിൻഡി വുഡ്സ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്നായത്. ഇതൊക്കെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഇവരിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ചാൻഡീസ് വിൻഡി വുഡ്സിൽ വന്നവർക്കറിയാം, ഇത് വെറൊരു റിസോർട്ട് മാത്രമല്ല, പിന്നെയോ ഇതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതുപോലെ ധാരാളമായ കാര്യങ്ങൾ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ റിസോർട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ഇനി നമുക്ക് ചാൻഡീസ് വിൻഡി വുഡ്സ് റിസോർട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് ചാൻഡീസ് വിൻഡി വുഡ്സ് റിസോർട്ട്സിന്റെ ജനറൽ മാനേജറായ നിബു സാറാണ്. സർ നമസ്കാരം. ഹലോ, സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ സാർ, ഏത് നാട്ടുകാരനാ? കോട്ടയത്താണ്. അവിടെ എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, നമുക്കെന്താ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോയേക്കാം അല്ലേ? ഓക്കെ, നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇവിടെ തുടങ്ങി, ഈ ഒരു റിസോർട്ട് തുടങ്ങിയ ശേഷം നമുക്ക് ലോകതലത്തിലായാലും ഏഷ്യയിലായാലും ഇന്ത്യയിലായാലും ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ നേട്ടങ്ങളൊക്കെ, ഇത്രയും നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൈവരിക്കാൻ സാധിച്ചത്? ഇത് മെയിൻലി നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആണ്. കുറച്ചും കൂടെ ഗസ്റ്റിനെ നമ്മൾ കാണുന്ന ഒരു ഫാമിലിയെ, സാധാരണ ഹോട്ടലുകളിൽ എല്ലാവരും ഗസ്റ്റിനെ ഗസ്റ്റായിട്ട് കാണുന്നത്, ഇവിടെ നമ്മൾ കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യുന്ന ആസ് എ ഫാമിലി എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു സർവീസ് വൈസും നല്ല ഫുഡും പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആംബിയൻസും നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി അനുസരിച്ചാണ് നമുക്ക് ഈ കിട്ടിയ അവാർഡുകളും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഈ അവാർഡുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? ലാസ്റ്റ് ഒരു 5 വർഷമായിട്ട് ഈ പ്രോപ്പർട്ടിക്ക് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻലി ട്രിപ്പ് അഡ്വൈസർ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സൈറ്റ് ഉണ്ട്, അത് റിവ്യൂ പ്ലാറ്റ്ഫോമാണ്. അത് ലാസ്റ്റ് 4 വർഷമായിട്ടും ഇന്ത്യയിലെ ബെസ്റ്റ് പ്രോപ്പർട്ടികളിലും വേൾഡിലെ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടും ഏഷ്യയിലെ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടും സെലക്ട് ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രോപ്പർട്ടിയാണിത്. അത് 4 വർഷമായിട്ട്. ഈ പ്രാവശ്യം വേൾഡിലെ 3ാമത്തെ റാങ്കിലും ഏഷ്യയിലെ 2ാമത്തെ റാങ്കിലുമാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇറങ്ങിയിട്ടുള്ളത്. സർ, നമ്മുടെ ഈ റിസോർട്ടിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയാമോ? സിറ്റുവേറ്റ് ചെയ്യുന്ന മൂന്നാർ എത്തുന്നതിന് ഒരു 8 കിലോമീറ്റർ മുമ്പ്, 2ാം മൈൽ മീൻകെട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, ലൊക്കേഷനാണിത്. അതായത് നമ്മുടെ ടാറ്റാ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇതാണ് ഗേറ്റ്, മെയിൻ ഗേറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇവിടെ തുടങ്ങിയിട്ട് എത്ര കാലമായി? 11 വർഷമായി. ഈ പ്രോപ്പർട്ടി മൂന്നാറെ ഒരു 5 സ്റ്റാർ ക്ലാസിഫൈഡ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെന്റ് ക്ലാസിഫൈഡ് പ്രോപ്പർട്ടിയാണ്. പിന്നെ പ്രോപ്പർട്ടിക്ക് നമുക്ക് ടോട്ടലുള്ള 48 റൂംസ്. പ്രോപ്പർട്ടിയുടെ ഫെസിലിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വാട്ടർഫോളാണ് നമ്മുടെ മെയിൻ കീ പോയിന്റ്. പിന്നെ എല്ലാ റൂംസിനും നമുക്ക് ബാൽക്കണി ഉണ്ട്. എല്ലാ റൂംസും വാലി വ്യൂ ഫേസ് ആയിട്ടാണ്. പിന്നെ എല്ലാ റൂംസിനും നോക്കിയാൽ ടാറ്റാ ടീ പ്ലാന്റേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാവുന്ന രീതിയിലാണ്. സാർ, നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ അതുവഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? അങ്ങനെ രസകരമായൊരു ചായക്കട.
ഇവിടെ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു സർപ്രൈസിങ് ആയിരിക്കും ഈ മനോഹരമായ ചായക്കട. ഈ ചായക്കട എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം നമ്മളിങ്ങനെ ആ ഒരു ഫോറസ്റ്റ് ആ ഒരു വൈബിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഞെട്ടിപ്പോയൊരു കാര്യമായിരുന്നു ആ ഒരു ചായക്കട. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റ് അതെന്തായിരുന്നു സാർ? അതിനെക്കുറിച്ചിട്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ഗസ്റ്റൊക്കെ വന്ന് സാറിനോട് സംസാരിക്കുന്നുണ്ടാവും അല്ലേ? അതാണ് മെയിനായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞത് എല്ലാവരും ചിന്തിച്ച് ചെല്ലും, വാട്ടർഫോൾ കണ്ട് അങ്ങ് ചെല്ലുമ്പോഴേക്ക് പഴയ കാലത്ത് ഒരു ചായക്കടയാണ്. അവിടെ നമ്മൾ കൊടുക്കുന്നതും ആ ലോക്കൽ ടീ, ലോക്കൽ സ്നാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സെർവ് ചെയ്യുന്നത്. ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു അത് നടത്തി തന്നെ അല്ലേ? അപ്പോൾ അതൊരു വലിയ വൺ ഓഫ് ദി ബിഗസ്റ്റ് അട്രാക്ഷൻസ് ആണ് നിങ്ങളുടെ. അതിനൊരു വലിയ ഹാർട്സ് ഓഫ് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റൂമുകളിലേക്ക് വന്നാൽ ഒരുപാട് സ്യൂട്ട്സുകളായിട്ടാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? 7 കാറ്റഗറി റൂംസ് ആണ്. ഡീലക്സ് റൂംസ്, സൂപ്പർ ഡീലക്സ് റൂംസ്, പ്രീമിയം ഡീലക്സ്, ഫാമിലി ഡീലക്സ്. അതായത് ഇപ്പോൾ 4 പേര് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന ഫാമിലി ഡീലക്സ് റൂംസ്. പിന്നെയുള്ള ജൂനിയർ സ്യൂട്ട്, പിന്നെ നമുക്ക് ഹണിമൂൺ സ്യൂട്ട്, പിന്നെ പ്രസിഡൻഷ്യൽ സ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രസിഡൻഷ്യൽ സ്യൂട്ട്സുകളൊക്കെയാണോ ഈ VIP-കൾക്ക് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്? നമുക്ക് എല്ലാ ജൂനിയർ സ്യൂട്ട് നമുക്ക് VIP കാറ്റഗറി വരുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ടോപ്പ് കാറ്റഗറിയാണ് പ്രസിഡൻഷ്യൽ സ്യൂട്ട് വരുന്നത്. പിന്നെ ഹണിമൂൺ സ്യൂട്ട് ഉണ്ട്. ഹണിമൂൺസിന് മാത്രമായിട്ടുള്ള ഹണിമൂൺ സ്യൂട്ട്, ജാക്യൂസി ആയിട്ടുള്ള റൂമാണത്. നമ്മുടെ ജാക്യൂസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചിട്ട് ഒരു ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ യൂഷ്വലി മൂന്നാറിൻ്റെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇത്രയും തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന കാര്യം ചിന്തിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഗസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എൻജോയ് ആയിട്ട്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവർ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യാണ്. അതിന്റെ പിന്നിലുള്ള ട്രിക്ക് എന്താണ് സർ? ടെമ്പറേച്ചർ കൺട്രോൾ വാം പൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം സീസൺ ടൈം ആണോ സർ? സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമാണ്. ഇപ്പം നമുക്കിപ്പം വെക്കേഷനായി, സ്കൂളുകളിലൊക്കെ അടച്ചു, പിന്നെ അത് കേരളത്തിന് വെളിയിലൊക്കെ അവധിയായതുകൊണ്ട് ഇപ്പോൾ കൂടുതലും നമുക്ക് വരുന്ന ഫാമിലി ക്രൗഡാണ്. അങ്ങനെ ഓരോ ടൈമുണ്ട്. അത് കഴിയുമ്പോൾ ജൂൺ ജൂലൈ ആകുമ്പോൾ നമുക്ക് അറബ്സിൻ്റെ ഒരു ക്ലൈനാണ് ഉള്ളത്. പിന്നെ അത് കഴിയുമ്പോഴേക്ക് ഇന്റർനാഷണൽ ക്ലയൻസ്, അങ്ങനെ ഓരോ ടൈമിലും ഓരോ സമയമാണ് മൂന്നാർ വരുന്നത്. അപ്പൊ നമ്മുടെ ലോക്കൽ ക്ലയൻസും അല്ലെങ്കിൽ ലോക്കലൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരും വരലുണ്ട് അല്ലേ? എല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ട്രാവൽ സൈറ്റാണ് ട്രിപ്പ് അഡ്വൈസർ. ട്രിപ്പ് അഡ്വൈസറിൻ്റെ അവാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് നിറയെ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് വാല്യൂ ഫോർ മണിയാണ്. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നല്ല സർവീസ് ഉണ്ടായിരിക്കണം, നല്ല സ്ലീപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്ലീൻലിനെസ് ആയിരിക്കണം, നല്ല റൂംസ് ഉണ്ടായിരിക്കണം, അതേപോലെ നല്ല ഫുഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ തലത്തിൽ എത്താനായിട്ട് സാധിക്കൂ. നമ്മൾ ഇന്നുവരെ അവാർഡുകൾക്കായിട്ട് ഞങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഒരിക്കലും അവാർഡിനായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് എത്താനും സാധിക്കത്തില്ല. ഇതെല്ലാം ഞങ്ങളുടെ ടീമിൻ്റെ അർപ്പണ മനോഭാവമാണ്, അവരുടെ മനസ്സാണ്, അവരുടെ പ്രവർത്തനമാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്താനായിട്ടുള്ള കാരണം. ഇന്ന് ലോകത്തിൽ ഉള്ള ഒരു ഹോട്ടലുകൾ 86 ലക്ഷത്തോളം അക്കോമഡേഷനിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പാണിത്. ഇതിൽ ഈ വരുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ കേരളത്തിനും ഇത് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഇന്ന് ഏത് നാടിൻ്റെ വികസനത്തിനും ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതേ ഞങ്ങളുടെ ഗസ്റ്റുകൾ വരികയും ആ ഗസ്റ്റ് നല്ല റിവ്യൂസ് എഴുതുകയും ആ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് അവർ റിവ്യൂസ് എഴുതുകയും അതിൽ നിന്നാണ് ഈ അവസ്ഥ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും കാരണം ഇതിലേക്ക് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും നല്ല മനസ്സാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും മുന്നോട്ട് സക്സസ് ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ റിസോർട്ടിലെ എക്സിക്യൂട്ടീവ് ഷെഫായ സൂരജേട്ടനെയാണ്. സൂരജേട്ടാ നമസ്കാരം, എന്തെല്ലാം വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നാടൊക്കെ എവിടെയാ? കൊല്ലമാണ് അല്ലേ? ഓക്കെ, ഈ റിസോർട്ടിനെ കുറിച്ച്, ഇവരുടെ ഫുഡിന്റെ ആ ഒരു നേച്ചറിനെ കുറിച്ചിട്ടൊക്കെ ചേട്ടൻ എന്നാ പറയുന്നുള്ളേ? നമ്മൾക്ക് സ്പെഷ്യലായിട്ടൊരു മെനു എന്നുള്ളത് ഇതിനെ ഉപരി നമ്മൾ വരുന്ന ഗസ്റ്റിന് എന്താണ് ആവശ്യം, അവർക്ക് ഇമ്പോർട്ടൻസ് എന്താണ്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ചില ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്രിപ്പറേഷൻ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് കോണ്ടിനെൻ്റൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഗസ്റ്റിൻ്റെ പ്രിഫറൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല നമ്മൾ ഒരു ചോയ്സ് വെച്ചിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് ഇത് എടുക്കണം, ഇത് യൂസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യകത നമുക്കില്ല. നമുക്ക് ഗസ്റ്റാണ് വലുത്, ഗസ്റ്റിൻ്റെ
എന്താണ് ഗസ്റ്റിന്റെ നീടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കോണ്ടിനെന്റലിനോ അല്ലെങ്കിൽ നാടനെന്നൊന്നും ഇല്ല, നമുക്ക് നമ്മുടേതായ മെനു കാർഡും ഇല്ല, നമ്മുടേതായ എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് ഗസ്റ്റിന് പ്രിഫറൻസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഗസ്റ്റിന് എന്താ ആവശ്യം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ സൂരജ് ചേട്ടാ, അപ്പോൾ നമ്മൾ ഈ കോംപ്ലിമെന്ററി ആയിട്ട് എന്ത് ഫുഡൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? നമുക്കിപ്പോൾ CP പ്ലാനിൽ വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് കോംപ്ലിമെന്ററി ആണ്. പിന്നെ നമുക്കൊരു ബൊഫേ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഗസ്റ്റിന് സ്പെഷ്യൽ ആയിട്ട് ഇപ്പോൾ ബൊഫേയിൽ വെജ് അല്ല അല്ലെങ്കിൽ നോൺ വെജ് അല്ലാതെ ഗസ്റ്റിന് എന്തെങ്കിലും പ്രിഫർ ആയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിളിലേക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിൽ സെപ്പറേറ്റ് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെയാണ് തീ പാറുന്ന പോരാട്ടം നടക്കുന്നത്. ഞാനിപ്പോൾ എന്നാൽ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ കഴിച്ച് പതി അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഇവിടെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്റ്റേക്കേഷൻ തന്നെയാണ്. നമുക്ക് മൂന്നാറൊക്കെ ഒന്ന് കണ്ട് ഒരു ഉഗ്രൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടി നമുക്കങ്ങ് മല ഇറങ്ങിയേക്കാം.